എന്തായാലും കെ.എസ്.ആർ.ടി.സി പൂട്ടിക്കെട്ടാൻ ഒരു തീരുമാനത്തിലേക്കൊന്നും സർക്കാർ പോകില്ല. അങ്ങനെയെങ്കിൽ ജനങ്ങൾ വലഞ്ഞു പോകും. കാരണം ജനങ്ങളെ എത്രത്തോളം അടുത്ത് നിൽക്കുന്ന, ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു സർവീസ് മേഖലയാണ് കെ.എസ്.ആർ.ടി.സി. നമുക്ക് മറ്റുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ജോലി ചെയ്യുന്നവർക്ക് ബോണസ് കൊടുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തികമായി അവരെ സഹായിക്കുകയോ ചെയ്യുന്നതിലൊന്നും എതിർപ്പില്ല. ഒരു ജോലി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു സംരക്ഷണവും അല്ലെങ്കിൽ അഭിമാനകരമായ ഒരു കാര്യമാണ്. പക്ഷെ കെ.എസ്.ആർ.ടി.സിയിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് സംരക്ഷണം ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് നിലവിൽ വർഷങ്ങളായി ഇങ്ങനെ തുടരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പലപ്പോഴും ഓരോ മാസവും തൊഴിലാളി സംഘടനകൾക്ക് പലപ്പോഴും ശമ്പളം ലഭിക്കുന്നതിന് വേണ്ടി പോലും സർക്കാരിന് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നു, കേഴേണ്ടി വരുന്നു, സമരം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ്. എന്നിട്ടും അവരുടെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളിടത്താണ് നമ്മൾ ഈ കാര്യം ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി MG രാഹുൽ കൂടി നമുക്കൊപ്പം ഉണ്ട്. ഈ ഓണക്കാലമെങ്കിലും സന്തോഷത്തോടെ ഒന്ന് ആഘോഷിക്കാൻ കെ.എസ്.ആർ.ടി.സിയിലെ ജീവനക്കാർക്ക് കഴിയുന്നുണ്ട്? ഇല്ല, ഈ ഓണമെന്നല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓരോ ഓണവും കെ.എസ്.ആർ.ടി.സി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്രദമല്ല. അതിന് കാരണം ഒന്ന്, പണിയെടുത്ത കൂലി ഓണം നേരത്തെ വരുന്നു എന്ന് ആർക്കും പരാതി പറയാനൊക്കില്ല. ഓണം കലണ്ടർ അച്ചടിക്കുന്ന സമയം തന്നെ ഓണം നിശ്ചയിക്കപ്പെട്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ സർക്കാരിനും കെ.എസ്.ആർ.ടി.സിയുടെ മാനേജ്മെൻറ്റിനും ഈ ഓണം ഇതാ വരാൻ പോകുന്നു എന്നൊരു ധാരണയില്ലാതെ ഏറ്റവും അവസാനത്തെ റൗണ്ടിൽ ഓടി എങ്ങനെയെങ്കിലും കുറച്ച് പണം കണ്ടെത്തി ശമ്പളം കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ്. അതും മൂത്തി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ തരത്തിൽ വീമ്പ് പറച്ചിലുണ്ട് സർക്കാരിന്. ഇന്നലെ മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞു ശമ്പളം കൊടുത്തു, നേരത്തെ തന്നെ ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ കൊടുത്തു, ഒറ്റ ഗഡുവായിട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ശമ്പളം ഓഗസ്റ്റ് മാസത്തെ ശമ്പളമാണ്. ആ ശമ്പളം പോലും 12 ദിവസം കഴിഞ്ഞാണ് കെ.എസ്.ആർ.ടി.സി ജീവനക്കാർക്ക് കിട്ടുന്നത്. അതെ, 1-ാം തീയതി തരും എന്നെ വിശ്വസിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ 11-ാം തീയതി ഉറപ്പായും തരുമെന്ന് പറഞ്ഞു. 11-ാം തീയതി കൊടുക്കാൻ പറ്റിയില്ല. ഇന്നലെ പിന്നെ 12-ാം തീയതി ഞങ്ങൾ മനസ്സിലാക്കുന്നത് 7 ദിവസത്തെ ഡീസലിൻ്റെ പണം ഓയിൽ കമ്പനിക്ക് കൊടുക്കാനുള്ളതിനെ ഹോൾഡ് ചെയ്തിട്ട് ആ ശമ്പളം കണ്ടെത്തി എന്നുള്ള ഒരു നിലയിലാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് തുടർച്ചയായി എല്ലാ വർഷവും, കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷവും അതിന് മുമ്പത്തെ വർഷവും എല്ലാം ഈ ബോണസിൻ്റെ വിഷയത്തിൽ, ഫെസ്റ്റിവൽ അലവൻസിൻ്റെ വിഷയത്തിൽ, അഡ്വാൻസിൻ്റെ വിഷയത്തിൽ ഇത് ഇത്രയും കേരളത്തിലെ സകലമാന തൊഴിലാളിക്കും കൊടുക്കുന്നതാണ്. ഇപ്പോൾ NRIG വർക്കർമാർക്ക്, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വരെ, അടഞ്ഞുകിടക്കുന്ന തോട്ടം തൊഴിലാളികൾക്കും കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്കും വരെ 8.3% ബോണസ് കൊടുക്കാൻ കേരളത്തിലൊരു ഗവൺമെൻറ് തീരുമാനിച്ചു. പക്ഷേ നിയമാനുസൃതമായി പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഇതിനകത്ത് പണിയെടുക്കാൻ വന്ന കെ.എസ്.ആർ.ടി.സിയിലെ 23,000-ഓളം വരുന്ന തൊഴിലാളികൾക്ക് ഇത് കൊടുക്കുന്നതിനെക്കുറിച്ച് ഗവൺമെന്റിന് ഒരു വേവലാതിയുമില്ല, മാനേജ്മെന്റിന് ഒരു വേവലാതിയുമില്ല. ഏതെങ്കിലും തരത്തിലേ സാധാരണഗതിയിൽ നിങ്ങൾ ഈ തൊഴിലാളി സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തുമായിരുന്നു ഈ ഓണത്തിന് മുന്നോടിയായിട്ട്? ഈ വർഷം എന്തെങ്കിലും തരത്തിലുള്ള ചർച്ച ഈ ബോണസ് കൊടുക്കുന്നതിനെ പറ്റി എന്തെങ്കിലും നടത്തിയിട്ടുണ്ട്? ഇത് കെ.എസ്.ആർ.ടി.സി ഒരു സ്റ്റാറ്റ്യൂട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്, ഒരു പൊതുമേഖലാ സ്ഥാപനം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ബോണസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തൊഴിലാളി സംഘടന നഷ്ടത്തിലോ ലാഭത്തിലോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷെ അവിടുത്തെ തൊഴിലാളി സംഘടനകളുമായി മാനേജ്മെൻറ്റ് കൂടിയാലോചന നടത്തണം എന്നത് മാൻഡേറ്ററിയാണ്. ആ ചർച്ചയിലൂടെ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കാം, ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യങ്ങളെ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ കെ.എസ്.ആർ.ടി.സിയിൽ ഈ ഓണക്കാലത്ത് ദൗർഭാഗ്യവശാൽ കെ.എസ്.ആർ.ടി.സിയിലെ മാനേജ്മെൻറ്റ് തൊഴിലാളി സംഘടനകളുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറായിട്ടില്ല. എന്നാൽ മാനേജ്മെൻറ്റ് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്കാണ്. അദ്ദേഹം അതിനകത്ത് ഇടപെട്ടിട്ടില്ല, അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ പരാതി കൊടുത്ത ലേബർ കമ്മീഷണർക്കും തൊഴിൽ വകുപ്പ് മന്ത്രിക്കുമാണ്. തൊഴിൽ വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിനകത്ത് എടുത്ത തീരുമാനം എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതായത് സ്വഭാവത്തിനനുസരിച്ച് ചർച്ച നടത്തി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നാണ്. തൊഴിൽ വകുപ്പും ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല. അപ്പോൾ ഒരു നഗ്നമായ തൊഴിൽ നിയമ ലംഘനം അത് കെ.എസ്.ആർ.ടി.സിയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി നടന്നു വരുന്നു. അത് ഇത്തവണയും ഭംഗിയായി നടത്തുന്നു. നിങ്ങൾക്ക് ഈ ശമ്പളം കിട്ടാൻ ഇത്രയും താമസിക്കുന്നു, അല്ലെങ്കിൽ ബോണസ് ഇല്ല, ഉത്സവബത്തയില്ല, ഒന്നുമില്ല. പക്ഷേ ബെവ്കോയിൽ 95,000 രൂപയാണ് ബോണസ് മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് അക്കാര്യത്തിൽ സന്തോഷം. കാരണം അവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടിക്കോട്ടെ. ഞങ്ങൾക്ക് 95,000 രൂപ വേണമെന്ന് ഞങ്ങൾ നിർബന്ധം പിടിക്കുന്നില്ല, വാശി പിടിക്കുന്നുമില്ല. കാരണം ഞങ്ങൾ ഈ ഉൽപ്പാദന മേഖലയുടെ ഭാഗമായോ അതല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങി മറിച്ച് വിൽക്കുന്ന ഒരു ഏർപ്പാടോ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളൊരു സർവീസ് സെക്ടർ എന്ന നിലയിൽ ഞങ്ങൾ നിലനിൽക്കുമ്പോൾ അതിനെ ഒരിക്കലും ഒരു ഘട്ടത്തിൽ ലാഭത്തിൽ കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം ഉൽപ്പാദന ചെലവ് നിയന്ത്രിക്കുന്നത് ഞങ്ങളല്ല, ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് കെ.എസ്.ആർ.ടി.സി അല്ല. ഇത് രണ്ടുമല്ല. ഇത് രണ്ടും വിവിധങ്ങളായ ഘടകങ്ങളാണ്. യാത്രാ നിരക്ക് നിശ്ചയിക്കുന്നത് ഗവൺമെൻറ്റാണ്.
പക്ഷെ നഷ്ടം യാത്രക്കാർ ആൾ കയറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം പറയേണ്ടി വരുന്നതും സഹിക്കേണ്ടി വരുന്നതും KSRTC തൊഴിലാളിയാണ്. ആ ഒരു ബാധ്യത ഞങ്ങൾ ഇങ്ങനെ തുടർന്ന് വരികയാണ്. അതിനൊന്നും ഞങ്ങൾക്ക് പരിഭവമില്ലെന്നേ.